ജനുവരി 10 ഒബ്നോറയിലെ വിശുദ്ധ പോൾ, വൃക്ഷസ്നേഹി, കാട്ടുമൃഗങ്ങളുടെ രക്ഷാധികാരി. ഒബ്നോറയിലെ വിശുദ്ധ പോൾ റഡോന്യെജിലെ വിശുദ്ധ സെർജിയസിൻ്റെ പ്രശസ്ത ശിഷ്യനായിരുന്നു. 1317 മോസ്കോയിലാണ് അദ്ദേഹം ജനിച്ചത്. ഒബ്നോറയിലെ വിശുദ്ധ പോൾ തൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ദൈവഭക്തിയും ദാരിദ്ര്യത്തോടും കഷ്ടപ്പെടുന്നവരോടും മൃഗങ്ങളോടുമുള്ള ദയയും കൊണ്ട് സ്വയം വ്യത്യസ്തനായിരുന്നു. സമ്പന്നരായ മാതാപിതാക്കൾ അവനെ വിവാഹത്തിനും മതേതര ജീവിതത്തിനും ഒരുക്കി. എന്നിട്ടും 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളുടെ വീട് രഹസ്യമായി ഉപേക്ഷിച്ച് യരോസ്ലാവ് രൂപതയിലെ വോൾഗയിലുള്ള നേറ്റിവിറ്റി മൊണാസ്ട്രിയിൽ നിന്ന് ടോൺസർ സ്വീകരിച്ചു. ആളുകളുമായുള്ള ആശയവിനിമയം അവനെ ആശയക്കുഴപ്പത്തിലാക്കുകയും ചിന്തകളിൽ നിന്ന് വഴിതിരിച്ചുവിടുകയും ചെയ്യുമെന്ന് വിശ്വസിച്ച വിശുദ്ധ പോൾ തൻ്റെ ജീവിതത്തിനായി മരുഭൂമിയിലേക്ക് പോകാൻ വിശുദ്ധ സെർജിയസിൻ്റെ അനുഗ്രഹം ആവശ്യപ്പെട്ട് വിശുദ്ധ പോൾ ഏകാന്തതയ്ക്കായി ഒരു സ്ഥലം തേടി വളരെ കാലം അലഞ്ഞു. അവൻ മരുഭൂമിയിൽ വളരെയധികം അലഞ്ഞു. അവൻ ഗ്രിസോവിത്സ നദിക്ക് അഭിമുഖമായി കോമൽ വനങ്ങളിൽ ഒരു സ്ഥലത്ത് താമസിക്കുകയും പഴയ ലിൻഡൻ മരത്തിൻ്റെ പൊള്ളയായ തൻ്റെ വാസസ്ഥലം തിരഞ്ഞെടുക്കുകയും ചെയ്തു. തുടർന്ന് വോൾഗ നദിക്ക് കുറുകെയുള്ള വനങ്ങളിലേക്ക് അദ്ദേഹം അപ്രത്യക്ഷനായി. അവിടെ ഒരു ആശ്രമത്തിനായി ഒരു പുരാതന പൊള്ളയായ ലിൻഡൻ മരം കണ്ടെത്തി. ഏത് ചെടികളും തിന്ന് അവൻ ജീവിച്ചു. താമസിയാതെ എല്ലാത്തരം വന്യമൃഗങ്ങളും അവൻ്റെ സാന്നിധ്യത്തിൽ സമാധാനത്തോടെ ജീവിച്ചു. ഏദൻ്റെ യഥാർത്ഥ സമാധാനം ദൈവപുരുഷനെ വലയം ചെയ്തതുപോലെയായിരുന്നു അത്. ഇവിടെ അത്ഭുതകരമായ വിശുദ്ധ പൗലോസ് 3 വർഷം ചെലവഴിച്ചു. പക്ഷികളോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം ഇതുവരെ ആരും തുളച്ചു കയറാത്ത വിജനമായ വന്യതയിൽ സന്യാസിയുടെ ആലാപനം അവർ മാത്രമാണ്. സന്യാസിയെക്കുറിച്ചുള്ള വാർത്തകൾ വിദേശത്ത് പരന്നു. ആത്മീയ മാർഗനിർദ്ദേശം ആഗ്രഹിക്കുന്നവർ അദ്ദേഹത്തിലേക്ക് വരാൻ തുടങ്ങി. ഏകാന്ത ജീവിതത്തോടുള്ള സ്നേഹമുണ്ടായിരുന്നിട്ടും വിശുദ്ധ പോൾ ഒരിക്കലും ആർക്കും ആത്മീയ ആശ്വാസവും മാർഗനിർദ്ദേശവും നിരസിച്ചില്ല. നർമ്മയിലെ വിശുദ്ധ സെർജിയസും അദ്ദേഹത്തെ സന്ദർശിച്ചു. വിശുദ്ധ സെർജിയസ് അവനെ അന്വേഷിച്ചു. കാട്ടിൽ അത്ഭുതകരമായ കാഴ്ച കണ്ടു. മൂപ്പൻ്റെ തലയിലും തോളിലും ചെറിയ പക്ഷികളിരുന്നു. അവൻ കൈകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകി. സമീപത്തൊരു കരടി നിന്നു. മരുഭൂമിയിലെ താമസക്കാരൻ്റെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നു. കുറുക്കന്മാരും മുയലുകളും മറ്റു മൃഗങ്ങളും പരസ്പരം ശത്രുതയില്ലാതെ കരടിയെ ഭയക്കാതെ നിൽക്കുന്നു. ഏദനിലെ നിരപരാധിയായ ആദാമിൻ്റെ ജീവിതം നോക്കൂ. സൃഷ്ടിയുടെ മേൽ മനുഷ്യൻ്റെ കർത്തൃത്വമാണ്. അത് നമ്മോടൊപ്പം നമ്മുടെ വീഴ്ച നിമിത്തം ഞെരങ്ങുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ ദാഹിക്കുകയും ചെയ്യുന്നു. 2 വിശുദ്ധരും വളരെ അടുത്തു. അവരുടെ ആത്മീയ പ്രവർത്തനങ്ങളിൽ പരസ്പരം ഉപദേശിച്ചു. വിശുദ്ധ പോൾ തൻ്റെ ആത്മീയ പിതാവായി ആഥോസ് പർവ്വതത്തിൽ വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് നിയമിക്കപ്പെട്ട വിശുദ്ധ സെർജിയസ് ആയിരുന്നു. നിശബ്ദതയിൽ അവൻ്റെ മനസ്സ് നിരന്തരം പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ശുഷ്കാന്തിയിലുമായിരുന്നു. തൻ്റെ ഹൃദയത്തിൽ ദൈവിക ധാരണയുടെ വെളിച്ചം ശേഖരിച്ച് അവൻ കർത്താവിൻ്റെ മഹത്വം പരിശുദ്ധിയോടെ കണ്ടു. അതുവഴി പരിശുദ്ധാത്മാവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി.